കുന്തിപ്പുഴയിലെ കരിനിഴലുകൾ. ഭാഗം 3. കറുപ്പസ്വാമി. ഈ അപൂർവ മാന്ത്രിക അനുഭവം അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ ദയവായി നല്ലൊരു ഹെഡ്ഫോൺ നിങ്ങളുടെ കാതുകളിൽ നിർബന്ധമായും അണിയുക. ഇരുളും വെളിച്ചവും ഒരുപോലെ അതിർവരമ്പുകൾ മായ്ക്കുന്ന ഒരു നിഗൂഢ ലോകത്തേക്ക് ഞാനും നിങ്ങളും ഒരുമിച്ചാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. എന്നാൽ നമുക്കങ്ങോട്ട് പോവുകയല്ലേ? ഇനി ഈ നിമിഷം മുതൽ ഞാൻ പറയുന്നത് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങളുടെ മനസ്സ് ചിന്തിക്കുകയുള്ളൂ. ഞാൻ 10 മുതൽ 1 വരെ എണ്ണുമ്പോഴേക്കും നിങ്ങൾ പൂർണ്ണമായും ഈ കഥയിലേക്കും അതിന്റെ ഭയാനകമായ പശ്ചാത്തലത്തിലേക്കും ആഴ്ന്നിറങ്ങിയിരിക്കും. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള പ്രകൃതി പൂർണ്ണമായും നിശ്ചലമാകുകയാണ്. കേൾക്കുന്നവരുടെ ഉള്ളിൽ ഒരു അജ്ഞാത ഭയത്തിന്റെ മിന്നലാട്ടം ജ്വലിപ്പിച്ചുകൊണ്ട് ഇനി അടുത്തതെന്ത് എന്ന ആകാംക്ഷയുടെ മുനമ്പിൽ നിർത്തുന്ന ആ മാന്ത്രിക യാത്ര ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. കല്ലടിക്കോടൻ മലനിരകളുടെ സൂര്യപ്രകാശം പോലും വീഴാത്ത കൊടും വന്യത. അവിടെ നിന്നും കാരനീലി ദേവതയുടെ പരമമായ വശ്യശക്തിയും അപാരമായ വരബലവും സ്വന്തം ആത്മാവിലേക്ക് ആവാഹിച്ചെടുത്ത് ഞാൻ ആ ഇരുണ്ട കാട്ടുപാതയിലൂടെ മലയിറങ്ങാൻ തുടങ്ങിയതേയുള്ളൂ. വഴിയിൽ വെച്ച് എന്റെ മന്ത്രബലത്തിന് മുന്നിൽ പൂർണ്ണമായി മുട്ടുകുത്തി അടിമപ്പെട്ട വിനാശകാരിയായ കാമരൂപിണിയായ ആ യക്ഷിയും ഒരു കരിനിഴൽ പോലെ എനിക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പ്രപഞ്ചത്തെ പോലും കാൽക്കീഴിലാക്കാൻ പോന്ന ഒരു അപൂർവ മന്ത്രമൂർത്തിയെപ്പോ പോലെ അന്തരീക്ഷത്തിൽ ഗാംഭീര്യം നിറച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് കാട്ടുവെളിച്ചത്തെ പോലും ഭയപ്പെടുത്തുന്ന ആ അത്ഭുതം കൺമുന്നിൽ സംഭവിച്ചത്. ആ നിബിഡവനത്തിന്റെ ഇരുളടഞ്ഞ പാത കീറിമുറിച്ചുകൊണ്ട് അതാ ഒരാൾ പ്രാണരക്ഷാർത്ഥം പാഞ്ഞുവരുന്നു. മരണഭയം മുഖത്ത് നിഴലിച്ചുകൊണ്ട് ശ്വാസമടക്കാൻ പോലും കഴിയാതെ നെഞ്ചു പൊട്ടി തളർന്നു വീഴാറായ അവസ്ഥയിലാണ് ആ യാത്രികൻ. എന്താണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും സമയം തരാതെ എന്റെ പിന്നാലെ ഒരു കരിനിഴൽ പോലെ ശാന്തിയായി വന്ന കാരനീലി ദേവത പെട്ടെന്ന് എന്റെ അരികിലേക്ക് നീങ്ങി. ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു, മന്ത്രമൂർത്തേ, ആ മനുഷ്യനെ രക്ഷിക്കൂ. അവന്റെ ജീവനെടുക്കാൻ 2 ഉഗ്രപിശാചുക്കളാണ് പാഞ്ഞെടുക്കുന്നത്. അവിടുത്തെ വാക്കുകൾ കേട്ട് ഞാൻ ആ കാട്ടുപാതയിലേക്ക് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് അന്തരീക്ഷമാകെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കാതടപ്പിക്കുന്ന ഒരു ദീർഘമായ ചിഹ്നം വിളി കാട്ടിൽ മുഴങ്ങിക്കേട്ടു. ചവിട്ടടിയിൽ ഭൂമി ഒന്നാകെ കുലുങ്ങുന്നത് പോലെയുള്ള കനത്ത കാൽപെരുമാറ്റത്തോടെ ഒരു കാട്ടാന മരങ്ങൾ കടപുഴക്കി പാഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടു. എങ്കിലും കാരനീലി പറഞ്ഞ ആ ദുഷ്ടമൂർത്തികളെ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആ പിശാചുക്കളെ കാണുന്നില്ലല്ലോ ദേവി എന്ന് ഞാൻ വിസ്മയത്തോടെ ചോദിച്ച നിമിഷം കാരനീലി തന്റെ ദിവ്യമായ കൈ എന്റെ നേർക്ക് നീട്ടി അരുളി ചെയ്തു. മനുഷ്യനേത്രങ്ങൾക്ക് അദൃശ്യരായ പിശാചുക്കളാണവർ. എങ്കിലും നിന്റെ ധീരതയിൽ പ്രീതയായി ഇനി മുതൽ ഈ പ്രപഞ്ചത്തിലെ ഏത് അദൃശ്യ ദുഷ്ടമൂർത്തികളെയും പിശാചുക്കളെയും ദർശിക്കാനുള്ള ദിവ്യദൃഷ്ടി നിനക്ക് ഞാൻ നൽകുന്നു. ദേവതയുടെ ആ ദിവ്യവരം എന്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ നിമിഷം എന്റെ കാഴ്ച പൂർണ്ണമായും മാറിമറിഞ്ഞു. ആ കാട്ടാനയുടെ നേർക്ക് നോക്കിയ ഞാൻ നടുങ്ങിപ്പോയി. ഏതോ ഒരു ദുഷ്ടമന്ത്രവാദി ആവാഹിച്ചുവിട്ട ആ 2 ഉഗ്രപിശാചുക്കളും ആനയുടെ മസ്തിഷ്കത്തിൽ കയറിയിരുന്ന് അതിന്റെ ചിന്തകളെ പൂർണ്ണമായി നിയന്ത്രിക്കുകയായിരുന്നു. കാരനീലി വീണ്ടും പറഞ്ഞു, ആ ആനയുടെ മസ്തിഷ്കത്തിലാണ് ആ പിശാചുക്കളെ ആവാഹിച്ചു കയറ്റിയിരിക്കുന്നത്. നിന്റെ വലങ്കയിലെ മാന്ത്രിക ദണ്ഡ് വായുവിൽ വീശി ഒരു ഉഗ്രമന്ത്രം ജപിക്കൂ. എന്റെ ഈ നീലവശ്യരശ്മികൾ അതിന്റെ തലയിലേക്ക് തൊടുക്കൂ. ആ ദുഷ്ടശക്തികൾ ഒഴിഞ്ഞുപൊയ്ക്കോളൂ. കാരനീലയുടെ വാക്കുകൾ കേട്ട നിമിഷം എന്റെ ഉള്ളിലെ മന്ത്രബലം ആഞ്ഞടിച്ചുണർന്നു. ഞാൻ മുന്നോട്ട് ആഞ്ഞു ചുവടുവെച്ച് ഉഗ്രമായ ഒരു മന്ത്രധ്വനി വായുവിൽ മുഴക്കി. എന്റെ പിന്നാലെ വന്ന കാരനീലി ദേവതയുടെ ആ നീലവശ്യരശ്മികൾ ഇടിമിന്നൽ പോലെ പാഞ്ഞു ചെന്ന് ആ കാട്ടാനയുടെ മസ്തിഷ്കത്തിലേക്ക് കൃത്യമായി പതിച്ചു. ആ നിമിഷം ചോരയുറഞ്ഞു പോകുന്ന ഒരു ഭീകര അലർച്ചയോടെ ആ കാട്ടാനയുടെ 2 ചെവികളിൽ നിന്നും കടുങ്കറുത്ത പുകയുടെ രൂപത്തിൽ ആ 2 ദുഷ്ടശക്തികൾ പുറത്തേക്ക് വമിച്ചുകൊണ്ട് ആ വന്യമൃഗത്തെ വിട്ടുപിരിഞ്ഞു. മസ്തിഷ്കത്തിലെ പിശാചുബാധ ഒഴിഞ്ഞതോടെ അതുവരെ ഭ്രാന്ത് പിടിച്ചു നിന്ന ആ വന്യമൃഗം പെട്ടെന്ന് ശാന്തനായി തലകുനിച്ച് എന്നെ വണങ്ങി കാട്ടിന്റെ ആഴങ്ങളിലേക്ക് തിരികെ പോയി. മരണത്തിന്റെ വക്ത്രത്തിൽ നിന്നും ആ യാത്രികനെ എന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. എന്റെ കാൽക്കൽ വീണ് കണ്ണീരോടെ നന്ദി പറഞ്ഞ ആ മനുഷ്യനെ അനുഗ്രഹിച്ച് ഞാൻ എന്റെ യാത്ര തുടർന്നു. 2 വലിയ വന്യശക്തികളെയും നയിച്ചുകൊണ്ട് ഞാൻ എന്റെ ജന്മനാടായ വളപുരം ഗ്രാമത്തിലേക്ക് തിരികെ പ്രവേശിച്ചു. പ്രപഞ്ചത്തെ പോലും കാൽക്കീഴിലാക്കാൻ പോന്ന സിദ്ധികളുമായി ഞാൻ എന്റെ മഹാസൗധത്തിൽ വിശ്രമിക്കുമ്പോഴും എന്റെ ഉള്ളിലെ മന്ത്രസാധനയുടെ അഗ്നി അടങ്ങിയിരുന്നില്ല. കാലങ്ങൾ വീണ്ടും കടന്നുപോയി. അങ്ങനെയിരിക്കെയാണ് എന്നെ ആത്മീയമായും മാന്ത്രികമായും അടുത്ത തലത്തിലേക്ക് നയിക്കാനുള്ള ആ നിയോഗമുണ്ടായത്. എന്റെ മറ്റൊരു പരമഗുരുനാഥനെ ദർശിക്കാനുള്ള ഉൾവിളി. ആ വന്യവയോധികനായ പുണ്യപുരുഷന്റെ ആശ്രമവും ഇല്ലവും സ്ഥിതി ചെയ്യുന്നത് വിജനമായ ഒരു ചെറിയ കാടിനുള്ളിലായിരുന്നു. അവിടേക്ക് പോകാൻ ഗുരുദക്ഷിണയായി നൽകാൻ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പശുവിൻ നെയ്യിൽ ചുട്ടെടുത്ത മധുരമൂറുന്ന ഉണ്ണിയപ്പങ്ങളും സ്വർണ്ണ നിറമുള്ള നല്ല പൂവൻ പഴങ്ങളും ഞാൻ എന്റെ കൈകളിൽ കരുതിയിരുന്നു. ആ ചെറിയ കാടിന്റെ അതിർത്തിക്കുള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചതേയുള്ളൂ.
പെട്ടെന്ന് ആ അന്തരീക്ഷമാകെ മാറിമറിഞ്ഞു. പകൽ വെളിച്ചം പോലും കടന്നു ചെല്ലാൻ ഭയക്കുന്ന ആ കാടിന്റെ നിഗൂഢമായ വന്യത എന്നെ പൊതിഞ്ഞു. പ്രകൃതി ഒളിപ്പിച്ചു വെച്ച നിഗൂഢതകൾ ഒന്നൊന്നായി ഉണരുകയാണോ എന്ന് തോന്നിപ്പിക്കും വിധം ഇലകൾക്കിടയിലൂടെ കാതടപ്പിക്കുന്ന രീതിയിൽ ചീവിടുകളുടെ കൂട്ടമായുള്ള ആ കരച്ചിൽ അന്തരീക്ഷത്തിൽ മുഴങ്ങിപ്പൊങ്ങി. കാടിന്റെ ഭയാനകമായ ആ നിശബ്ദതയെ കൂടുതൽ ഭീതിജനകമാക്കിക്കൊണ്ട് ദൂരെ എവിടെയോ നായ്ക്കൾ കൂട്ടമായി നീട്ടി ഓരിയിടാൻ തുടങ്ങി. ആ ശബ്ദം വന്ന് പതിച്ച നിമിഷത്തിൽ തന്നെ വഴിയടച്ചു നിന്ന ഭീമാകാരമായ വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ പെട്ടെന്നൊരു കനത്ത കാൽപെരുമാറ്റം കേട്ടു. എന്താവും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയോടെ പ്രകൃതി പോലും ശ്വാസമടക്കി പിടിച്ചു നിന്നു. അതാ മുന്നിൽ ഒരു കൂറ്റൻ കരിനാഗം വായുവിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഫണം വിടർത്തി നിൽക്കുന്നു. അതിന്റെ ജ്വലിക്കുന്ന കണ്ണുകൾ എന്റെ നേരെ തിരിഞ്ഞു. വിഷപ്പല്ലുകൾ കാട്ടി അത് ആക്രമണിക്കാൻ ആഞ്ഞു വന്നു. എങ്കിലും അത് വെറുമൊരു സർപ്പമായിരുന്നില്ല. ഗുരുനാഥന്റെ ആശ്രമത്തിനും ഇല്ലത്തിനും നേരെ ദ്രോഹബുദ്ധിയോടെ വരുന്ന സർവ്വതിനെയും വേരോടെ ഇല്ലാതാക്കാൻ വേണ്ടി അവിടുത്തെ കാവലായി നിർത്തിയ ദിവ്യനായ കരിനാഗമായിരുന്നു അത്. എന്റെ നേർക്ക് ചീറ്റിക്കൊണ്ട് ആഞ്ഞു വന്ന ആ നാഗരാജാവ് പെട്ടെന്ന് എന്റെ കണ്ണുകളിലെ തീഷ്ണതയും ഉള്ളിലെ അപാരമായ ആത്മബലവും തിരിച്ചറിഞ്ഞു. ഞാൻ അവിടുത്തെ ഗുരുനാഥനെ ദർശിക്കാൻ വന്ന പരമശിഷ്യനാണെന്നും ഒരു തരത്തിലും ആശ്രമത്തിന് ശത്രുവല്ലെന്നും ആ ദിവ്യസർപ്പം നിമിഷനേരം കൊണ്ട് മനസ്സിലാക്കി. തൊട്ടടുത്ത നിമിഷത്തിൽ അത്ഭുതമെന്ന് പറയട്ടെ, അത് തന്റെ ഭയപ്പെടുത്തുന്ന പതിക്കെ താഴ്ത്തി എന്നെ ശത്രുവല്ലെന്ന് തിരിച്ചറിഞ്ഞു വണങ്ങുന്നത് പോലെ വഴിമാറി കാടിന്റെ ആഴങ്ങളിലേക്ക് നീങ്ങിപ്പോയി. ഞാൻ കൊണ്ടുചെന്ന പൂവൻ പഴങ്ങളും നെയ്യിൽ ചുട്ടെടുത്ത മധുരമൂറുന്ന ഉണ്ണിയപ്പങ്ങളും അതീവ സന്തോഷത്തോടെ സ്വീകരിച്ച ഗുരുനാഥനോട് ആശ്രമത്തിന്റെ കാവൽപ്പുരയായ ആ കാട്ടുവഴിയിൽ വെച്ച് ദിവ്യനായ ആ കരിനാഗത്തെ അഭിമുഖീകരിച്ച കാര്യം ഞാൻ ആദരവോടെ വിവരിച്ചു. എന്റെ വാക്കുകൾ കേട്ട് ആ തപസ്വി പിതാവിന്റെ വാത്സല്യത്തോടെ മന്ദഹാസം തൂകി എന്നെ നോക്കി അരുളി ചെയ്തു, മകനെ, ആ നാഗരാജാവ് നിന്റെ ആത്മബലം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ ആ ദിവ്യസർപ്പം നിനക്കും കാവലായിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ പക്കൽ സൂക്ഷിച്ചിരുന്ന നിഗൂഢമായ മാന്ത്രിക മുദ്രകൾ പതിപ്പിച്ച ഒരു ചെറിയ നാഗമോതിരം എന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. സ്നേഹത്തോടെ എന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇത് നീ നിന്റെ ഭവനത്തിൽ അതീവ ഭദ്രമായി സൂക്ഷിച്ചുകൊള്ളുക. ഇതിലൂടെ സകല സർപ്പദൈവങ്ങളുടെയും അദൃശ്യമായ കാവൽ വലയം നിനക്ക് ചുറ്റുമുണ്ടാകും. അവിടുത്തെ ആ വാക്കുകൾ അക്ഷരം പ്രതി സത്യമാവുകയായിരുന്നു. ആ നാഗമുദ്ര സ്വന്തമാക്കിയ അന്നുതുതൽ ഇന്നേ വരെ സകല നാഗശക്തികളും എനിക്ക് തുണയായി കാവൽ നിൽക്കുന്നുണ്ട്. എന്നെ ദ്രോഹിക്കാൻ മുതിരുന്ന ശത്രുക്കളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ആ നാഗങ്ങൾ അവരുടെ സ്വപ്നങ്ങളിലും അല്ലാതെയും പ്രത്യക്ഷപ്പെട്ട് ഭീകരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നെ തകർക്കാൻ വരുന്ന ഏത് പ്രബലനായ ശത്രുവാണെങ്കിലും നാഗങ്ങളുടെ കോപാഗ്നിയിൽ അവർ നശിച്ചൊടുങ്ങും. അത്രമാത്രമല്ല, ആ സർപ്പകോപത്തിന്റെ ഫലമായി ഏത് ദുർമന്ത്രവാദിനിയാണെങ്കിലും അവരുടെ ശരീരത്തിലാകെ അസഹനീയമായ ചൊറിയും ചിരങ്ങും വ്രണങ്ങളും പടർന്നു പിടിച്ച് തീരാവ്യാധികളുടെ കഠിനമായ നാഗബാധയേറ്റും ശരീരമാസകലം വല്ലാത്ത പ്രശ്നങ്ങളുണ്ടായും അവർ നരകയാതന അനുഭവിക്കുമെന്നത് ആ നാഗമുദ്രയുടെ മാസ്മരിക ശക്തിയായിരുന്നു. തുടർന്ന് എന്നെ ഹോമാഗ്നിക്ക് മുന്നിലിരുത്തി ഗുരുനാഥൻ അതീവ ഗൗരവത്തോടെ പറഞ്ഞു, മകനെ, നീ കാരനീരിയെയും ചാത്തന്മാരെയും വശത്താക്കി വലിയ ശക്തികൾ നേടിയെന്നത് സത്യമാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ അധർമ്മത്തെ തച്ചുടയ്ക്കാനും ദുഷ്ടശക്തികളുടെ ചോര കുടിച്ച് നീതി നടപ്പാക്കാനും കാവലായി നിൽക്കുന്ന ഒരു ഉഗ്രമൂർത്തിയുണ്ട്, സാക്ഷാൽ കറുപ്പസ്വാമി. 18-ാം പടിയുടെ കാവൽക്കാരനായി വിളങ്ങുന്ന അവിടുന്ന് ചോരക്കണ്ണുകളും കനത്ത മീശയും വലങ്കയിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഉഗ്രമായ അരിവാളുമേന്തി വെള്ളിത്തിരകൾ പോലുള്ള വെള്ളക്കുതിരപ്പുറത്ത് വായുവേഗത്തിൽ പാഞ്ഞുവരുന്ന കാവൽ ദൈവമാണത്. അനീതി കാണിക്കുന്നവരുടെ നെഞ്ചു പിളർന്ന് ചോര കുടിച്ച് നീതി നടപ്പാക്കുന്ന ഭീകരരൂപിയാണ് അവിടുന്ന്. വിളിപ്പുറത്ത് വന്നെത്തുന്ന ആ കറുത്ത മുത്തുവിനെ കൂടി നിനക്ക് തുണയായി കിട്ടിയാൽ പിന്നെ ഈ ലോകത്ത് ഒരു മാന്ത്രിക ശക്തിക്കും നിന്നെ തൊടാൻ കഴിയില്ല. അതിനുശേഷം ഗുരുനാഥൻ എന്റെ അരികിലേക്ക് അല്പം നീങ്ങിയിരുന്നു. ഹോമാഗ്നിയുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ മുഖം എന്റെ വലത്തെ ചെവിയോട് ചേർത്ത് പിടിച്ചു. ശ്വാസമടക്കി പിടിച്ച ആ നിമിഷത്തിൽ അന്തരീക്ഷത്തെ പോലും നിശ്ചലമാക്കിക്കൊണ്ട് കറുപ്പസ്വാമിയെ വിളിച്ചുണർത്താനുള്ള അതീവ രഹസ്യവും തീക്ഷ്ണവുമായ ആ മഹാമന്ത്രം എന്റെ കാതിലേക്ക് പതുക്കെ ഓതിത്തന്നു. മന്ത്രധ്വനികൾ എന്റെ തലച്ചോറിലേക്ക് ആഴ്ന്നിറങ്ങി. 21 നാളുകൾ കഠിനമായ വ്രതമെടുത്ത് ഒടുവിലത്തെ ദിവസം കറുപ്പസ്വാമിക്കും ഏറ്റവും പ്രിയപ്പെട്ട ശുദ്ധമായ മദ്യം നിവേദ്യമായി വെച്ചു വേണം അവിടുത്തെ വിളിക്കാനെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഓർക്കുക, നിന്റെ വ്രതശുദ്ധി പരീക്ഷിക്കാൻ ഭയാനകമായ പലതും വഴിയിൽ സംഭവിക്കും. ഭയപ്പെടരുത്. ഗുരുനാഥന്റെ അടുത്തുനിന്ന് മന്ത്രവും വാങ്ങി ഞാൻ വീണ്ടും വളപുരത്തെ കുന്തിപ്പുഴയുടെ തീരത്ത് തിരിച്ചെത്തി. പുഴയുടെ കറുത്ത മണൽപ്പരപ്പിൽ അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ ഞാൻ കറുപ്പസ്വാമിയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ച് വ്രതശുദ്ധിയോടെ മന്ത്രജപം ആരംഭിച്ചു. ദിവസങ്ങൾ കടന്നുപോകുന്തോറും കനത്ത അന്ധകാരത്തിനിടയിലൂടെ ഭീകരരൂപികളായ ഭൂതപ്രേതങ്ങൾ എന്റെ മുന്നിൽ വന്ന് അട്ടഹസിച്ചു. ചില രാത്രികളിൽ കുന്തിപ്പുഴയിലെ വെള്ളം പെട്ടെന്ന് രക്തവർണമായി മാറി വലിയ ശബ്ദത്തോടെ കരയിലേക്ക് ഇരച്ചു കയറി വന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ഭയത്തിൽ പ്രകൃതി പോലും വിറങ്ങലിച്ചു നിന്നു.
എന്നാൽ എന്റെ അചഞ്ചലമായ മനസ്സും വ്രതശുദ്ധിയും കാരണം ഞാൻ ഒരടി പോലും ധ്യാനത്തിൽ നിന്നും പിന്മാറിയില്ല. അങ്ങനെ കാത്തിരുന്ന ആ 21-ാമത്തെ സുദിനം വന്നെത്തി. അന്ന് കടും കറുത്ത അമാവാസി രാത്രിയായിരുന്നു. ഞാൻ കുന്തിപ്പുഴയുടെ മണൽപ്പുറത്ത് കറുപ്പസ്വാമിക്കായി പത്മമിട്ട് ശുദ്ധമായ മദ്യം ഭരണികളിലാക്കി നിവേദ്യമായി സമർപ്പിച്ചു. കണ്ണുകളടച്ച് സർവശക്തിയുമെടുത്ത് ധ്യാനത്തിലേക്ക് ആഴ്ന്നിറങ്ങി. പെട്ടെന്ന് പ്രകൃതിയിൽ വിചിത്രമായ ചില മാറ്റങ്ങൾ സംഭവിച്ചു. അന്തരീക്ഷം പൂർണ്ണമായും നിശ്ചലമായി. ഒരു ഇല പോലും അനങ്ങാത്ത അത്രയും ഭീകരമായ ഒരു നിശബ്ദത ആ പ്രദേശത്തെയാകെ വിഴുങ്ങി. ആ അഗാധമായ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ദൂരെ എവിടെയോ ഒരു കുതിരക്കുളമ്പടി ശബ്ദം കേട്ടു തുടങ്ങി. ഒരു കുതിര പോലും കാലുകുത്താത്ത ആ വളപുരം ഗ്രാമത്തിന്റെ മണ്ണിലേക്ക് ചോരമരവിക്കുന്ന വേഗതയിൽ ഒരു കൂറ്റൻ കുതിര പാഞ്ഞുവരുന്ന ആ കുളമ്പടി ശബ്ദം അന്തരീക്ഷത്തെയാകെ നടുക്കി. അത് തൊട്ടുമുന്നിൽ എന്നോണം നെഞ്ചിലേക്ക് അടിച്ചു കയറുകയാണ്. ആ ഭീകരമായ കുളമ്പടിയൊച്ച കേട്ടപ്പോൾ എന്റെ ഉള്ളിൽ ഭയപ്പാടിന്റെ കൊടുങ്കാറ്റ് വീശിയടിച്ചെങ്കിലും ഞാൻ ഒട്ടും പതറിയില്ല. ആ കുളമ്പടികൾക്കൊപ്പം കറുപ്പസ്വാമിയുടെ കൂടെയുള്ള ആ ഭീകരനായ വേട്ടനായി നീട്ടി ഓരിയിടുന്ന വന്യമായ ശബ്ദവും അന്തരീക്ഷത്തിൽ അലയെടുത്തു. ആ ഓരിയിടൽ കാതുകളിൽ വന്ന് പതിച്ച അതേ നിമിഷം എന്റെ അധരങ്ങളിൽ നിന്നും മന്ത്രത്തിന്റെ തുടക്കം പുറത്തേക്ക് മുഴങ്ങിക്കേട്ടു. ഓം ഓംകാര സൂരധികാര കറുപ്പ, കറുത്ത കണ്ണും ചെറിയ പല്ലും. ഞാൻ ആ വരികൾ ജപിച്ചു തീർന്ന അതേ നിമിഷം ഇരുമ്പു ചങ്ങലകൾ പരസ്പരം കൂട്ടുമുട്ടുന്ന ഭയാനകമായ കിലുക്കവും മണൽപ്പരപ്പിലൂടെ കനത്ത എന്തോ ഒന്ന് വലിച്ചിഴയ്ക്കുന്നതുമായ ആ ചോര മരവിക്കുന്ന ശബ്ദം എന്റെ തൊട്ടരികിൽ മുഴങ്ങി. എന്നാൽ അപ്പോഴും ഞാൻ കൺകൾ തുറന്നില്ല. എന്റെ മുന്നിൽ നടക്കുന്ന ആ അദൃശ്യമായ പോരാട്ടത്തിന്റെ ഭീകരമായ ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരുന്നു. ആ നിഗൂഢമായ ഇരുട്ടിൽ ആയുധങ്ങൾ കൂട്ടുമുട്ടുന്നതും ദുഷ്ടശക്തികൾ അലറി വിളിക്കുന്നതുമായ കോലാഹലങ്ങൾ കേട്ടിട്ടും ഞാൻ എന്റെ ധ്യാനത്തിൽ നിന്നും ഒരിഞ്ചുപോലും വ്യതിചലിക്കാതെ കൺകൾ ഇറുകെ അടച്ച് അതീവ ഏകാഗ്രതയോടെ മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു. ആ ഘോരയുദ്ധത്തിനൊടുവിൽ സകല ശബ്ദങ്ങളും ശാന്തമായി. സാക്ഷാൽ കറുപ്പസ്വാമി എനിക്ക് മുന്നിൽ പരമമായ ദർശനം നൽകിയ ആ പുണ്യനിമിഷത്തിൽ മാത്രമാണ് ഞാൻ എന്റെ കൺകൾ പതുക്കെ തുറന്നത്. തീയിന്റെ ചുവപ്പും തിളക്കവുമുള്ള കനത്ത ഇരുമ്പ് ചങ്ങലകൾക്ക് നടുവിലായി കരിമ്പാറയേക്കാൾ കറുത്ത ശരീരവുമായി കറുപ്പസ്വാമി ജ്വലിച്ചു നിന്നു. അവിടുത്തെ ജ്ഞാനക്കണ്ണുകളാൽ എന്റെ വ്രതശുദ്ധി കണ്ട് പ്രീതിപ്പെട്ട കറുപ്പസ്വാമി തന്റെ ഗംഭീരവും ഗാംഭീര്യമുള്ളതുമായ തമിഴും മലയാളവും കലർന്ന ദൈവീക ശബ്ദത്തിൽ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്നോട് അരുളി ചെയ്തു. മകനെ, എമ്മെ വശപ്പെടുത്തിയവനെ, ரொம்ப കാലമാ നിന്റെ ചിന്ന വയസ്സു മുതൽ ഉന്നെ വിടാമ വേട്ടയാടിയ അന്ത ദുർഭൂതങ്ങളെയും ജിന്നുകളെയും ദുർമൂർത്തികളെയും എന്റെ കറുപ്പൻ അരിവാളാലെ ഞാൻ ലേലാം അറുത്തെറിഞ്ഞുട്ടേൻ. ഇനി അവന്മാര് ആരും നിന്റെ നിഴലേ കൂടെ തൊടമുടിയാത്. അത്രമാത്രമല്ല, എനിക്ക് ദർശനം നൽകിയ ശേഷം അവിടുന്ന് അതീവ ശക്തമായ ഒരു പ്രത്യേക മന്ത്രം കൂടി എനിക്ക് ഉപദേശിച്ചു തന്നു. ആ മന്ത്രത്തിന്റെ വിദ്യ വെളിപ്പെടുത്തിക്കൊണ്ട് കറുപ്പസ്വാമി തന്റെ മാസ്മരിക ശൈലിയിൽ പറഞ്ഞു. ഒരു വെറ്റിലയെ കൈക്കുള്ള എടുത്ത് ഞാൻ ഇന്ത തരും മന്ത്രത്താലെ ആവാഹനം ചെയ്താൽ ഉന്നുടെ ജ്ഞാനക്കണ്ണാലെ ശത്രുയാര് എന്ന് വ്യക്തമാപ്പാക്കലാം. ഏത് ദുർമന്ത്രവാദിയാണെങ്കിലും ദുർമന്ത്രവാദിനിയാണെങ്കിലും ഉനക്കെതിരെ പണ്ണിയ ആഭിചാര വിദ്യകൾ ഏത് വഴിയാലെ വന്നാലും അതിനെ നിശേഷം ഉടയ്ക്കാനുള്ള വഴി നിനക്ക് തെരിയും. തുടർന്ന് ആ ഉഗ്രമൂർത്തി തന്റെ വലങ്കൈ നീട്ടി വീണ്ടും പ്രഖ്യാപിച്ചു. ഉനക്കൊരുപാട് ഉപദ്രവങ്ങൾ പണ്ണിയ നിന്റെ ഊരിലുള്ള നിന്നെ നല്ല തെരിഞ്ഞ കറുത്ത നിറത്തോടെ മെലിഞ്ഞ് ഭീകരരൂപമുള്ള അന്ധദുർമന്ത്രവാദി ഉനക്കെതിരെ ചെയ്ത സർവ്വ ദുഷ്കർമ്മങ്ങളും അതിന്റെ ഫലങ്ങളും അവനുകെ തിരിച്ചുപോകും. അന്ധദുഷ്കർമ്മി ഇന്ത ഭൂമിയില് വാഴും കാലത്തിലും ചത്തുമണ്ണാകും കാലത്തിലും ഒരു കാലത്തിലും അവരുടെ ആത്മാവിന് ശാന്തി കിടക്കാതെ ഇനി ഒരു കാരണത്താലെയും ഒരു ആഭിചാര ദോഷവും ഉന്നെ ബാധിക്കാതെ ഞാൻ സത്യം പണ്ണുറേൻ. ഇന്ത കറുപ്പൻ കാവലിരിക്കും. അവിടുന്ന് ആ വാക്കുകൾ ഉഗ്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ ഭാരമേറിയ വലങ്കൈ എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച നിമിഷം പ്രപഞ്ചത്തിലെ സകല ഊർജവും ഒരുമിച്ച് എന്റെ ശരീരത്തിലേക്ക് ഇരച്ചു കയറുന്നത് പോലെ എനിക്ക് തോന്നി. താങ്ങാൻ കഴിയാത്തത്ര പ്രകാശവും മന്ത്രശക്തിയുടെ തീക്ഷ്ണതയും എന്റെ ശിരസിലൂടെ ആത്മാവിലേക്ക് പടർന്നു പിടിച്ചു. ആ ദിവ്യമായ ചൈതന്യത്തിന്റെ ആഘാതത്തിൽ എന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കാഴ്ചകൾ മങ്ങി തലച്ചോറിലൂടെ മിന്നൽ പിണരുകൾ പാഞ്ഞുപോയി. തുടർന്ന് ഞാൻ പൂർണ്ണമായും ബോധക്ഷയം വന്ന് കുന്തിപ്പുഴയുടെ ആ തണുത്ത മണൽപ്പുറത്തേക്ക് മലർന്നടിച്ചു വീണു. ബാഹ്യലോകവുമായുള്ള എന്റെ സകല ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. കറുപ്പസ്വാമി തിരികെ അന്തർധാനം ചെയ്തതിനു ശേഷം ആ കൂറ്റാകൂറ്റിരുട്ടിൽ എത്ര സമയം ഞാൻ അവിടെ അബോധാവസ്ഥയിൽ കിടന്നു എന്ന് എനിക്കൊട്ടും നിശ്ചയമില്ലായിരുന്നു. പെട്ടെന്ന് ആ അഗാധമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് തികച്ചും പരിചിതമായ ഒരു വിളി എന്നെ പതുക്കെ ബോധത്തിന്റെ ലോകത്തേക്ക് തിരികെ കൊണ്ടുവന്നു. അത് എന്റെ പൊന്നു ചാത്തനായിരുന്നു. യജമാന, എഴുന്നേൽക്കൂ. ഒരുപാട് നേരമായി അങ്ങിവിടെ ഇങ്ങനെ കിടക്കുന്നു. രാത്രിയേറെ വൈകിയിരിക്കുന്നു എന്ന് പരിഭ്രമത്തോടെ ചാത്തൻ വന്ന് വിളിച്ചുണർത്തുമ്പോഴാണ് ചുറ്റും നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പൂർണ്ണമായി അറിയുന്നത്. ചാത്തൻ പിടിച്ചുയർത്തിയപ്പോൾ എഴുന്നേറ്റിരുന്ന എന്റെ ശിരസിൽ കറുപ്പസ്വാമിയുടെ ആ കൈസ്പർശത്തിന്റെ കനൽച്ചൂട് അപ്പോഴും വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടായിരുന്നു.
സർവ്വദോഷങ്ങളും ആഭിചാരങ്ങളും ഒഴിഞ്ഞുപോയ ആ മണൽപ്പുറത്ത് ശത്രുക്കളുടെ നാശവും ഉറപ്പാക്കി പുതിയൊരു യുഗത്തിന്റെ കാവൽക്കാരനായി ഞാൻ മാറി എന്ന സത്യം തിരിച്ചറിഞ്ഞ് ചാത്തനെയും കൂട്ടി ഞാൻ പതുക്കെ വളപുരത്തെ എന്റെ മഹാസൗധത്തിലേക്ക് തിരികെ നടന്നു. കുന്തിപ്പുഴയിലെ കരിനിഴലുകൾ അപ്പോഴും ആ മാന്ത്രിക ശരീരത്തിന് കാവലായി നിന്നു. എന്നാൽ എന്റെ ജൈത്രയാത്ര ഇവിടെ അവസാനിക്കുകയായിരുന്നില്ല. മഹാസൗധത്തിന്റെ പടിക്കെട്ടുകൾ കയറി ഉമ്മറത്തേക്ക് കാൽവെച്ച ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. എന്റെ വിരലിലിരുന്ന ആ നാഗമോതിരം മാംസം തുളച്ചുകയറുന്ന രീതിയിൽ പെട്ടെന്ന് മുറുകാൻ തുടങ്ങി. അതിൽ നിന്നും ചോരയിട്ടു വീണ ആ നിമിഷം എന്റെ പിന്നിൽ നിന്ന വിശ്വസ്തനായ ചാത്തൻ ഭയം കൊണ്ട് വിറച്ച് കണ്ണുകൾ പുറത്തേക്ക് തള്ളി വിരലുകൾ ചൂണ്ടിക്കൊണ്ട് ആ അന്ധകാരത്തിലേക്ക് നോക്കി നിലവിളിച്ചു, യജമാന, അങ്ങ് ദൂരേക്ക് നോക്കൂ. അത് ആരാണ് അവിടെ നിൽക്കുന്നത്? ഞാൻ പതുക്കെ തിരിഞ്ഞു നോക്കി. അതാ ആ കൂരിരുട്ടിൽ കറുപ്പസ്വാമി എന്നേക്കുമായി നശിപ്പിച്ചു കളഞ്ഞുവെന്ന് കരുതിയ ആ കറുത്ത മെലിഞ്ഞ ദുർമന്ത്രവാദിയുടെ ഭീകരമായ അട്ടഹാസം ആകാശത്തെ കീറിമുറിച്ചുകൊണ്ട് വീണ്ടും മുഴങ്ങിക്കേൾക്കുന്നു. അവന്റെ കയ്യിൽ ചോരയിട്ടുന്ന മറ്റൊരു മന്ത്രവാൾ ഉണ്ടായിരുന്നു. കറുപ്പസ്വാമിയുടെ ശാപം നിലനിൽക്കുമ്പോഴും അവൻ എങ്ങനെ തിരികെ വന്നു? അവന്റെ പിന്നിൽ ജ്വലിച്ചു നിൽക്കുന്ന ആ പുതിയ അദൃശ്യ ശക്തി ഏതാണ്? നിഗൂഢതകൾ നിറഞ്ഞ ഈ മാന്ത്രിക ജൈത്രയാത്രയുടെ ആദ്യ അധ്യായം ഇവിടെ അതീവ സസ്പെൻസോടെ പൂർണ്ണമാവുകയാണ്. ആ ദുർമന്ത്രവാദിയുടെ തിരിച്ചുവരവിന് പിന്നിലെ ആ ഭീകര രഹസ്യം എന്താണ്? ആ നാഗമോതിരം എന്തിനാണ് ചോരയൊഴുക്കി മുറുകുന്നത്? അടുത്ത അധ്യായത്തിൽ ഇതിന്റെ കഠിനമായ മറുപടി നിങ്ങളെ തേടിയെത്തും. ഈ കഥ നിങ്ങളിൽ ആകാംക്ഷ ജനിപ്പിച്ചുവെങ്കിൽ കൂടുതൽ അമാനുഷിക രംഗങ്ങൾക്കായി ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ തന്നെ പങ്കാളിയാകുക. അടുത്ത ഭാഗങ്ങൾ ഉടനടി നിങ്ങളിലേക്ക് എത്താൻ ആ അടയാളം കൂടി അമർത്തുക. ഭയത്തിന്റെയും മന്ത്രശക്തിയുടെയും ഈ അപൂർവ അനുഭവം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കുവച്ചു നൽകാൻ മറക്കരുത്. നന്ദി. വീണ്ടും കാണാം.